നല്ല രസം, നല്ലതായിരുന്നു. നല്ല ട്രാൻസ്ഫോർമേഷൻ നല്ലതായിട്ട് തോന്നി. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് പിക്ചറൈസേഷനൊക്കെ. ഗോട്ട്ലിം നന്നായിട്ടിരുന്നു, കൊള്ളാം. നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതമല്ലേ കാണിക്കുന്നത്, അപ്പം എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ വേറെ വായിച്ചിട്ടൊന്നുമില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ ഞാനും ഒമേനിലുണ്ടായിരുന്നതാണ്, അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാതെ. സൂപ്പർ, നല്ല പടമായിരുന്നു. എടുത്ത് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല, നല്ല പടമായിരുന്നു. പൃഥ്വിരാജ് നന്നായിരുന്നു. ജീവിതം കണ്ടു, വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങും എല്ലാം, ഫോട്ടോഗ്രാഫി, സൗണ്ട്, മറ്റെല്ലാം വളരെ മനോഹരമായിരുന്നു. പറയാൻ വാക്കുകളില്ല. നോവൽ വായിച്ചിട്ടില്ല, നോവൽ വായിക്കാത്തതാണ്, സിനിമ കണ്ടതിന് ശേഷം വായിക്കാമെന്ന് കരുതി. വളരെ മനോഹരമായിട്ടുണ്ട്, ബ്രില്യൻ. പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ നിവർത്തില്ല, ഞെട്ടിച്ചോളാം. നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമയായിരുന്നു. പുസ്തകം എങ്ങനെയായിരുന്നോ അത് കുറച്ചുകൂടെ എല്ലാ രീതിയിലുള്ള ആളുകൾക്കും കമ്മ്യൂണിക്കേറ്റീവ് ആവുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ. നോവൽ വായിച്ചു. എല്ലാം, പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ അഭിനയം, പിന്നെ ബ്ലസ്സിയുടെ സംവിധാനവും സൂപ്പറാണ്. വായിച്ച അതേ അനുഭവം തന്നെ സിനിമയിലും കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമ, ബ്ലസ്സിക്ക് എല്ലാ അഭിനന്ദനങ്ങളും. ജീവിതത്തിനെ കുറിച്ച് ഇപ്പോൾ എന്തോ പറയണ്ടേ, ഇനി എന്തോ നമ്മളൊക്കെ ഇനി എന്ത് പറയും. ഇപ്പോൾ 9 ദിവസമായി. പക്ഷേ സത്യത്തിൽ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ മനസ്സിൽ കയറുന്ന ആദ്യമായിട്ടാണ്. നന്ദനം മുതൽ നമ്മൾ ഇത്രയും സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും അയാളും ഞാനും തമ്മിൽ ക്ലാസ്മേറ്റ്, അങ്ങനെ കുറേ സിനിമകൾ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയെ പോലെ, ലാലേട്ടനെ പോലെയൊക്കെ ഒരു സിംഹാസനം വലിച്ച് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഇനി ആടുജീവിതത്തിന് മുൻപും ഇനി ആടുജീവിതത്തിന് ശേഷവും എന്നെല്ലാവരും വിലയിരുത്തപ്പെടും. ഈ സത്യം പറഞ്ഞാൽ പണ്ട് ഒരുപാട് പേര് ട്രോളും രായപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അത് മാറി പൃഥ്വിരാജ് സുകുമാരൻ എന്നൊരു ലെവലിലെത്തിയിട്ട് ഇക്കയെ പോലെ, ലാലേട്ടനെ പോലെയൊക്കെ നമ്മുടെ ഒരു സിംഹാസനം പുള്ളി ഇത് ഒന്നും പറയാനില്ല കാര്യം. പിന്നെ ബ്ലസ്സി സാറിനെ കുറിച്ചൊക്കെ എന്തോ പറയുന്നത്, മലയാളത്തിൽ എല്ലാ കാലത്തും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും വലിയൊരു ക്ലാസിക് സിനിമ, അതിൽ ഒന്നും പറയാനില്ല. നല്ലായിരുന്നു, കൊള്ളായിരുന്നു. നോവൽ വായിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. അങ്ങനെ വന്നതാണ്, നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം.